ആരോടും പോയി കഥ ഒന്നും പറഞ്ഞു വെക്കരുത്, പ്രത്യേകിച്ച് പോലീസുകാരോട്. For me, it is one of the best Malayalam movie ever, and this movie is about a deep bond between a mother and son. ഡ്രിഫ്റ്റേഴ്സ് ആയിട്ടുള്ള സർവൈവലിന് വേണ്ടി സ്വന്തം പേരും നാടും ചരിത്രവും ജോലിയും സ്ഥലങ്ങളും എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മയുടെയും മകൻ്റെയും കഥ. ആൻഡ് ആഫ്റ്റർ ആൻ ഇൻസിഡൻറ്റ് ഇറ്റ് ഈസ് അബൌട്ട് എ സൺ ട്രൈങ് ടു ഫൈൻഡ് ഹിസ് മദർ. ആൻഡ് എനിക്ക് ഈ സിനിമയിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം, ദ ക്യാരക്ടർ മദർ, ഷീ ഈസ് വെരി സെൽഫിഷ്. കാരണം പീസ്ഫുള്ളായിട്ടുള്ളൊരു ജീവിതം മുന്നിൽ വരാൻ ചാൻസ് ഉണ്ടെങ്കിലും അവളുടെയും മകൻ്റെയും റിലേഷൻഷിപ്പിൽ വേറൊരാൾ വേണ്ട എന്നുള്ളൊരു എക്സ്ട്രീം സെൽഫിഷ്നെസ് ഷീ ഹാഡ് ദാറ്റ്. ആൻഡ് ഐ ഓൾസോ വാണ്ട് ടു അപ്രീഷിയേറ്റ് ദ എഫേർട്ട് ഓഫ് ദിസ് ഡയറക്ടർ ചിദംബരം. കാരണം മഞ്ഞുമൽ ബോയ്സിന് ശേഷം ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ടാവും, ഈവൻ ഫ്രം തമിഴ്നാടു. പിന്നെ ഗ്രേറ്റ് ആക്ടേഴ്സിൻ്റെ ഓപ്പൺ ഡേറ്റ് അവൈലബിൾ ആയിരിക്കാം. ബട്ട് സ്റ്റിൽ ഹീ ചൂസ്ഡ് എ ഗ്രേറ്റ് സ്റ്റോറി, എ ഗ്രേറ്റ് ക്രാഫ്റ്റ് റാദർ ദാൻ എ മാസ് മസാല എൻ്റർടൈനർ. ആൻഡ് നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ കാസ്റ്റിംഗ്, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻഡ് ബ്രില്യൻ കാസ്റ്റിംഗ്. കാരണം ഇതിൻ്റെ അമ്മയായാലും മകനായാലും, മകൻ്റെ വേറൊരു സ്റ്റേജ് ഉണ്ട്, ആ ക്യാരക്ടറാണെങ്കിലും ദർ ഐസ് ഇറ്റ് സെൽഫ് സീംസ് വെരി സിമിലർ. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇറ്റ്സ് ഡൺ ബൈ സുഷിൻ ശ്യാം, ഗ്രേറ്റ് വർക്ക്. ലാസ്റ്റ് ഒരു ക്ലൈമാക്സിൻ്റെ അടുത്ത് അവനിങ്ങനെ ഓടുന്ന ഒരു സീനുണ്ട്, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ദ മ്യൂസിക് ഗിവൺ ടു ദാറ്റ് ഇറ്റ്സ് ഗ്രേറ്റ്. ആൻഡ് അബൌട്ട് ദ സിനിമാറ്റോഗ്രാഫി, ഷൈജു ഖാലിദ്, വി നോ ഹിസ് ക്രാഫ്റ്റ്. പക്ഷേ ഐ ഓൾവേസ് വണ്ടർ, ഇത്ര ട്രോപ്പിക്കലായിട്ടുള്ളൊരു സ്ഥലം കേരളത്തിൽ എങ്ങനെയാണ് പുള്ളി ഇത്രയും ഓരോ സീനിലും അല്ലെങ്കിൽ ഓരോ ഫ്രെയിമിലും ഇത്ര ലൈറ്റ് സെറ്റ് ചെയ്യുന്നതെന്ന് ഐ ഡോണ്ട് നോ. കാരണം ഒരു മെഡിറ്ററേനിയൻ സ്ഥലമല്ല, ഹോളിവുഡിലൊക്കെ ഗോൾഡൻ അവേഴ്സ് ഒരുപാടുള്ളതുകൊണ്ട് ദ ലൈറ്റ്സ് ആർ അവൈലബിൾ ഫ്രം സൺ. പക്ഷേ എങ്ങനെയാണ് ഇത്രയും ഒരു ടെറൈനിൽ അല്ലെങ്കിൽ ട്രോപ്പിക്കലായിട്ടുള്ള സ്ഥലത്ത് ഇത്രയും ലൈറ്റ് എങ്ങനെയാണ് പുള്ളി സെറ്റ് ചെയ്യുന്നത്? ഐ റിയലി വണ്ടർ അബൌട്ട് ദാറ്റ്. ആൻഡ് അബൌട്ട് ദ പെർഫോമൻസ്, ഗ്രേറ്റ്. എല്ലാവരും പുതിയ ആക്ടേഴ്സാണ്, അമ്മയായാലും മകനായാലും ആൻഡ് ദ അതർ ക്യാരക്ടർ ക്യാമിയോ, ഓൾ ഡൺ എ ഗ്രേറ്റ് ജോബ്. സോ ആൻഡ് എനിക്ക് ഈ സിനിമയിൽ തോന്നിയൊരു കാര്യം, ഇതിൻ്റെ കഥാപശ്ചാത്തലം ഈസ് നോട്ട് റിലേറ്റബിൾ. കാരണം ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു പോയിന്റിലൂടെയാണ് കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലെ മകൻ അമ്മ റിലേഷൻഷിപ്പ് ഈസ് ഓൾവേസ് റിലേറ്റബിൾ ടു അസ്. കാരണം ഇതിലൊരു ഡയലോഗുണ്ട്, ഞാനിനി എത്ര വൈകിയാലും നീ ഇവിടെ കാത്തിരിക്കണം, കാരണം ഞാൻ വരും, ഞാൻ വന്നിരിക്കും എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. സോ അത് നമുക്ക് ഭയങ്കര റിലേറ്റബിളാണ്. കാരണം വി ലവ് അവർ മദർ, തിരിച്ചിങ്ങോട്ടും. സോ ഫോർ മീ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എപ്പോഴും ഓർത്തിരിക്കുന്നൊരു സിനിമയായിരിക്കും ദ ബാലൻ. സോ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ആൻഡ് ഐ വിൽ ഗീവ് ഡബിൾ തംസ് അപ്പ് ഫോർ ദിസ് മൂവി.